ഗൈസ്, അപ്പം നിങ്ങളുടെ ഫെയർവെല്ലിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. ചെന്നപ്പോഴേ ഞാൻ കുറച്ച് വൈകിയുണ്ടാകും തോന്നുന്നു. കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണാൻ പറ്റിയില്ല. പിന്നെ സാറുമാരും ടീച്ചേഴ്സുമാരുടെയൊക്കെ കുറച്ച് ഞങ്ങൾക്ക് ധാരാളം ഉപദേശവും കാര്യങ്ങളും പിന്നെ ഞങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ തൊട്ട് പറയാത്തവരൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു പൂന്തോട്ടത്തിൽ വന്ന ഒരു പ്രതീതിയാണ്. ഇവിടെ എല്ലാവരും നിങ്ങൾക്കുള്ള ഉപദേശങ്ങളൊക്കെ തന്നു കഴിഞ്ഞു. ഇനി കൂടുതലായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാം കേട്ട് പഠിച്ചിരിക്കണല്ലേ? 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൈ കിട്ടിയ പിള്ളേരാണ് അല്ലേ. ഞങ്ങളെ കൊണ്ട് പറ്റണ അത്രയും കരുതൽ കെയറിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. 12 വർഷത്തെ സ്കൂൾ ജീവിതം ഏകദേശം അവസാനിക്കുക. അപ്പോൾ ഇനിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം വരാൻ പോകുന്നത്, കോളേജ് ജീവിതം. ഞങ്ങളുടെ കൊച്ചു പിള്ളേരായിട്ട് +1 കടന്നു വന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. വളരെ താല്പര്യത്തോടെ വന്ന പിള്ളേരുണ്ട്, ഒട്ടും താല്പര്യമില്ലാതെ ടീച്ചർ വിളിച്ച് വന്ന പിള്ളേരുണ്ട്. നിങ്ങൾ ഈ വരുന്ന പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിച്ച് ജയിക്കുക. ഇനി ഇതുവരെയുള്ള ഉഴപ്പൊക്കെ മാറ്റി വെച്ചിട്ട് ഫോൺ മാറ്റി വെച്ചിട്ട് അങ്ങനെ ടീച്ചർമാരൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടികളുടെ ടേണായി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് കുറച്ച് പേരൊക്കെ പറഞ്ഞു കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് എനിക്കൊക്കെയാണ് പറഞ്ഞത്. ഒക്കെ എല്ലാവരും ഹാപ്പിയൊക്കെ ആയിരുന്നു. അതെല്ലാം കേട്ട് ചിരിച്ച് സന്തോഷിച്ചൊക്കെ ഇരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളാണിത്. ഈ ഓരോ ഓർമ്മകളുണ്ട്. പിന്നെ തിരിച്ചു പോയപ്പോ തന്നെ സ്വത്തുക്കളൊന്നും വെച്ച എന്റെ കൂട്ടുകാരാ. ഏറ്റവും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്നതിലും ഏറ്റവും 2 വർഷം പറയേണ്ട ഒരു ഭാഗമായിട്ടാണ് പെട്ടെന്ന് പറഞ്ഞത്. എനിക്കാണെങ്കിൽ അങ്ങനെ പറയാനും അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് ടീച്ചർമാർക്ക് ഓരോരോ ഗെയിംസൊക്കെ കൊടുത്തു കേട്ടോ. അവിടെ ഒരു ഫോട്ടോ എടുക്കുന്ന ഫോട്ടോക്കകത്ത് കുറേ ഡയലോഗ്സൊക്കെ അവർ പറയുന്നതന്നെ ക്ലാസ്സിൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എന്താ പറയുക വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് വേറെ ഉണ്ടായിരുന്നു, അതെല്ലാം കണ്ടു. അതെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും എൻജോയ് ഒക്കെ ചെയ്തു. അതിനകത്ത് തന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഇംഗ്ലീഷ് സാറെന്നല്ല മാത്തുക്കുട്ടി സാറിൻ്റെ നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാറ് പാടി. അത് കഴിഞ്ഞ് അടിപൊളിയായിട്ടായിരുന്നു പാടിയതൊക്കെ. എല്ലാവരും കേട്ട് എൻജോയ് ഒക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കണമായിരുന്നു. അങ്ങനെ കേക്ക് ഇതാട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് കേക്കൊക്കെ മുറിച്ച് എൻജോയ് ഒക്കെ ചെയ്തു കേട്ടോ. അയ്യോ, എല്ലാവരും ലാസ്റ്റ് ചിരിച്ച് അടിപൊളിയൊക്കെ. അങ്ങനെ ഞങ്ങളുടെ ബിജിത്തിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബിജിത്തിൻ്റെ ബർത്ത്ഡേ അന്ന് തന്നെയായിരുന്നു. കേക്കൊക്കെ മുറിച്ചു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നോക്കി ഇങ്ങനെ ഇരുന്നു. ഞങ്ങളുടെ അദ്വൈതിൻ്റെ സോങ് പാട്ടുമായി. അത് അടിപൊളി പാട്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെയും അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല പാട്ട് പാടി എൻജോയ് ഒക്കെ ചെയ്താണ് ഇരുന്നതൊക്കെ. നല്ല രസമുള്ളൊരു പാട്ടൊക്കെ ആട്ടോ പാടിയത്. ഞങ്ങളുടെ സ്മിത ടീച്ചറിൻ്റെ നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ടിട്ടോ. ടീച്ചർ പ്രിപ്പയർ ചെയ്യാതെ വന്നു, എന്നാലും അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് പാടി തന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേൾക്കാൻ. പിന്നെ അലങ്കോലാക്കാൻ വേണ്ടി ഞാൻ തന്നെ പാടി എല്ലാം അലങ്കോലാക്കി വിട്ടിട്ടുണ്ട്. എനിക്കാണ് പാട്ട് പാടാൻ പോലും അറിയത്തില്ല. എന്നിട്ട് എല്ലാവരും പിടിച്ചെന്നെ പാട്ട് പാടിപ്പിച്ച്. അങ്ങനെ ടീച്ചർമാരും പിള്ളേരും എല്ലാവരും കൂടി അങ്ങോട്ട് ഗാനമേള അങ്ങ് തുടങ്ങി. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങോട്ട് എല്ലാവരും കൂടെ അങ്ങ് പല പല സോങ്സൊക്കെ പാടി എൻജോയ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ഇടയ്ക്ക്. അത് കഴിഞ്ഞ് എൻ്റെ ഇടയ്ക്ക് നീച്ചലൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെയും പാട്ട് കൊള്ളാൻ നല്ലതായിരുന്നു. പിന്നെ അങ്ങ് ഡാൻസ് പ്രോഗ്രാമായി ഗൈസ്. അപ്പോൾ എല്ലാവരും തുള്ളി എൻജോയ്മെൻ്റ് ഹാപ്പി
ഹാപ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഡാൻസും കളിച്ച് നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലോട്ടും പോന്നു, ഞാനും പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.